കേരളയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ മിംസലി, സെക്രട്ടറി ട്രഷറർ ശ്രീമതി ഹേമ മാത്യു, ജോയിന്റ് സെക്രട്ടറി സുരേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് സുനിത നിസാർ, രക്ഷാധികാരി സെക്രട്ടറി, നമ്മുടെ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് നിസാർ, നമ്മുടെ മാസ്റ്റർ സെറമണി ഹിമാശിലു, പിന്നെ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ അനിത ഹാഷിം, പിന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീ ഷാജി ചാവടിയിൽ, ഷിലു പാമ്പച്ചൻ, ഹാഷിമുക്ക, മാത്യു ചയൻ, മെല്ലൻ ചേട്ടൻ, മുള്ളിച്ചേട്ടൻ, ജലീലിക്കാമുണ്ട്, മണ്ഡലചേട്ടൻ, എല്ലാവരുമായി, പിന്നെ എന്നെ ചോദിക്കുന്നത് കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് വളരെ സന്തോഷമുള്ള ദിവസമാണെന്ന്. കാരണം ഇതുപോലൊരു പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയായി എന്നെ ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. കാരണം ഏതൊരു പ്രസ്ഥാനത്തിലും സെക്രട്ടറിക്ക് പണിക്കൂടുതലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുൻപ് കുറച്ച് ഞാൻ സെക്രട്ടറി ആയിട്ടിരുന്നതുകൊണ്ട്, സെക്രട്ടറി ചെയ്യുന്ന അനുഭവം ഉള്ളതുകൊണ്ട് കുറച്ച് എഴുത്തുകുത്തുകളും, കാര്യം മലയാളമൊക്കെ ചെയ്തിട്ട് ഒത്തിരി വർഷമായി, ചില മലയാള വാക്കുകളൊക്കെ നമ്മൾ മറന്നുപോയി. എഴുത്തുകുത്തുകളും കാര്യങ്ങളുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഒരു ക്ലബിൻ്റെ എല്ലാ പ്രോഗ്രാം അറേഞ്ച് ചെയ്യേണ്ടതും മൊത്തം സെക്രട്ടറിയാണ്, ഒരുപാട് പണിയുണ്ട്. പക്ഷേ ഞാനതിലില്ലാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നിങ്ങളായേ പറ്റുമെന്ന് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ സെക്രട്ടറിയെ ഭാര്യയായിട്ട് സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ ഒറ്റ ഡയലോഗിൽ ഞാൻ സെക്രട്ടറി ആയി. ആ ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, ആ ഡയലോഗ് പറയുന്നത് എല്ലാ പണിയും ഇന്ത്യക്ക് എടുക്കുന്നുണ്ടല്ലോ, പിന്നെ സെക്രട്ടറിയുടെ ആവശ്യം എന്തോ അവിടെ. സത്യമല്ലേ? നമ്മുടെ ക്ലബിന്റെ 95% പണി എടുക്കുന്ന മനുഷ്യനാണ്. രാവിലെ തൊട്ട് രാത്രി വരെ ഉറക്കത്തിൽ പോലും ഇത്തവരെ ഇരുന്ന് വൈകോ വേണം വിളിക്കുകയാണ്. അപ്പൊ ഞാൻ ശരിയാണ്, ഈ കുറെ കാണുന്ന ബാനറിന്റെ കാര്യം തന്നെ. ഒരു ദിവസം രാവിലെ ഒരു മെസ്സേജ് കേട്ടിരിക്കുക, ആ ഷോപ്പ് തുറന്നില്ല, അവിടെ രാവിലെ 8:30 പിന്നെ ആ കടക്കാരൻ വന്ന് ആ ഷോപ്പ് തുറന്ന് അവിടെ നിന്ന് ഈ ബാനർ തന്നെ ശരിയാക്കി വൈകിട്ട് കണ്ട വീട്ടിൽ പോയത്. അതുപോലെ ഈ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മീറ്റിംഗുകളുടെ 95% കാര്യങ്ങളും മീറ്റിംഗാണ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ കയ്യടികളും സ്നേഹവും മാത്രമേ ഉള്ളൂ. നല്ലൊരു കയ്യടി കൊടുക്കാവോ? പിന്നെ എന്നെ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തതിനകത്ത് നിങ്ങൾക്ക് ഓരോരുത്തരോട് ഞങ്ങളുടെ വ്യക്തിപരമായിട്ട് നന്ദി അറിയുകയാണ്. എന്നാൽ കഴിയും വിധം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി 100% പ്രവർത്തിക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന് നിങ്ങളോട് വാക്ക് നൽകുന്നു. നിങ്ങൾ നേരത്തെ സംസാരിച്ച പോലെ നമുക്കിതിൽ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നുമില്ല. നമ്മളൊരു കുടുംബമായി ഒരു ഹാളിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഫീലിങ്സ് മാത്രമാണ്. പലർക്കും ഈ മൈക്കിന്റെ മുമ്പിലോട്ട് വരാൻ പേടിയാണ്. മൈക്കൊന്നുമില്ല, നമ്മുടെ വീട്ടിലെ കൂട്ടുകുടുംബങ്ങൾ കൂടി ഇരുന്ന് സംസാരിക്കുന്നു. അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇല്ല. പണ്ട് എല്ലാവരും ആഴ്ച അവസാനം വീടുകളിലേക്ക് പോയി അമ്മയും അച്ഛനൊക്കെ ആയിട്ട് ആ കുടുംബത്തിൽ ഭയങ്കര ബഹളവും കാര്യങ്ങളും സന്തോഷങ്ങളുമാണ്. അതെല്ലാം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ വളരെ നല്ലതാണ്. കാരണം നമ്മളിപ്പോൾ ഈ ഒരു 2 മണിക്കൂർ ഇവിടെ കൂടിയ സന്തോഷം അടുത്ത ഒരു മാസം നിൽക്കാൻ എനർജി. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താവശ്യത്തിനും എന്നെയും പ്രസിഡന്റിനെയും എപ്പോഴും വിളിക്കാൻ സുനിതാത്തപ്പിന് കൈ നോക്കുന്നുണ്ട്. സമയം ഒരുപാടായതുകൊണ്ട് എന്തായാലും എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നതിൽ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി ഒന്ന് ആദരവും കഴിഞ്ഞിട്ട് നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കും.